ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗ്യാപ് ഡൗണിലാണ് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. ഏകദേശം 250 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ് ഡൗൺ ആണ് നിഫ്റ്റിയിൽ കണ്ടത്. 9016 ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയതിനു ശേഷം 9044 വരെ പോയി. അതേ തുടർന്ന് 7981 ഇന്ന് ക്ലോസ് ആവുകയും ചെയ്തു. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഏകദേശം 3.2% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഫാർമ സെക്ടർ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറും തന്നെ നല്ല ഡൗണിലായിരുന്നു. 3.5% മുകളിലാണ് എല്ലാം തന്നെ എല്ലാ സെക്ടറും ഡൗണിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് മാർക്കറ്റ് പൊതുവേ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വെയിലായിട്ടുള്ള മാർക്കറ്റാണ് ഇന്ന് മൊത്തത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിനാൽ ഇന്ന് മാർക്കറ്റ് പ്രധാനമായിട്ടും ഡൗൺ ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ US മാർക്കറ്റിലുണ്ടായിരുന്ന ആ ഒരു ഡൗൺ ആയിരുന്നു. അപ്പോൾ യു എസിൽ നോക്കുകയാണെങ്കിൽ US ക്രൂഡിൻ്റെ മെയ് മന്ത് എക്സ്പയറി ആയിരുന്നു ഇന്ന്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് US ക്രൂഡിൻ്റെ പ്രൈസ് നെഗറ്റീവ് ഹിസ്റ്റോറിക്കൽ ലോയിലേക്ക് പോയിരുന്നു. അതായത് ഒരു ബാരലിന് -$37.63 വരെ പോയിരുന്നു ഇന്നലെ. പിന്നീട് അത് ഇമ്പ്രൂവ് ആയെങ്കിലും ആ ഒരു നല്ലൊരു പ്രൈസ് വാൾ കൊണ്ട് US സ്റ്റോക്കുകളെല്ലാം തന്നെ ഡൗണിലായിരുന്നു, പ്രത്യേകിച്ച് എനർജി സ്റ്റോക്കുകൾ. അപ്പോൾ ഈ ഒരു ഇതിനുള്ള പ്രധാന റീസൺ നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെയായിരുന്നു. അതായത് ഓയിലിന് വലിയ ഡിമാൻഡില്ല. ഇപ്പം ഏകദേശം വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 90% ഓഫ് ദി പ്ലേസ് 90% സ്ഥലങ്ങളെല്ലാം തന്നെ ലോക്ക്ഡൗണിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലിന് വലിയ ഡിമാൻഡില്ല എന്നുള്ളതാണ് പ്രധാന കാരണമായിട്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം OPEC മീറ്റിങ്ങിൽ വന്ന ആ ഒരു അനൗൺസ്മെൻറ്റ്, അതായത് ഓയിൽ പ്രൊഡക്ഷൻ കട്ട് ചെയ്യും എന്നുള്ള ആ ഒരു ന്യൂസൊന്നും ഇപ്പോൾ ഓയിലിന് വലിയ എഫക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം കാണാനായിട്ട്. ഓയിൽ പ്രൈസിൽ ഇപ്പോഴും വലിയൊരു റിക്കവറി ഇപ്പോഴും നമുക്ക് കാണാനായിട്ടില്ല. ഇനി ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക് നെഗറ്റീവിലാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും ഇപ്പോൾ ഏകദേശം 2% അടുത്ത് ഡൗണിൽ നിൽക്കുന്നു, 2-2.5% അടുത്ത്. ഏഷ്യൻ മാർക്കറ്റും ഇപ്പോൾ ഡൗണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എല്ലാം തന്നെ ഡൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നാളെ രാവിലെയുള്ള മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്യുക, അത് ബേസ് ചെയ്തിട്ടുള്ളൊരു എൻട്രി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസും വീണ്ടും ഡൗൺ ആയിരിക്കുന്നു. ഇന്നൊരു റിക്കവറി കണ്ടിരുന്നു ഗോൾഡ് പ്രൈസിൽ, പിന്നീട് അത് വീണ്ടും ഡൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ FIIൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 265 കോടിൻ്റെ നെറ്റ് വിത്ഡ്രോവലാണ് FII ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ അവിടെയും 788 കോടിൻ്റെ നെറ്റ് വിത്ഡ്രോവലാണ് കാണുന്നത്. ഇനി ഈ മാസം മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുവരെ FIIയിലും DIIയിലും നോക്കുകയാണെങ്കിൽ 3100 കോടിൻ്റെ നെറ്റ് വിത്ഡ്രോവലാണ് രണ്ടിടത്തും കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു, ഹിസ്റ്റോറിക്കൽ ലോയിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. 30 പൈസേൻ്റെ ഇടിവാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിരുന്നു നിഫ്റ്റി ഫാർമ മാത്രമാണ് ഇന്നത്തെ ഒരു ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സ് എന്ന് പറയാനായിട്ട്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ അരവിന്ദ ഫാർമ അവരായിരുന്നു ബിഗ്ഗസ്റ്റ് ഗെയിനറായിട്ട് നിന്നത്. ബാക്കിയെല്ലാ സെക്ടറും തന്നെ ഇന്ന് മൊത്തത്തിൽ ഡൗണിലായിരുന്നു പോയത്. പിന്നെ അതുപോലെ തന്നെ റുപ്പീസിൻ്റെ നമ്മൾ കണ്ടു, റെക്കോർഡ് ലോയിൻ്റെ നിയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് അവർ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഹിൻ ലിയോങ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു $100 മില്യൺ ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനി പ്രധാനമായിട്ടും ഓയിൽ ട്രേഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ ഡിമാൻഡ് കുറഞ്ഞതും ഓയിൽ പ്രൈസിലുണ്ടായിരുന്ന ക്രാഷും എല്ലാം ഈ കമ്പനീനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവർ ബാങ്ക്രപ്റ്റസിക്ക് വേണ്ടിയിട്ട് ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ ICICI ബാങ്കിൻ്റെ സ്റ്റോക്ക് ഇന്ന് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ICICI ബാങ്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു $100 മില്യൺ റിക്കവർ ചെയ്യാനായിട്ടൊക്കെ അതിനുള്ള നെസസറി ആക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊരു ക്ലാരിഫിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് കൈവച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിലൊരു ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ന്യൂസിനെ ട്രാക്ക് ചെയ്യുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂബിലിയൻ ലൈഫ് സയൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ രാകേഷ് ജുൻജുൻവാല അദ്ദേഹത്തിൻ്റെ ഷെയർസ് ഏകദേശം 1% ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ന്യൂസ് വന്നതിനെ തുടർന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഇന്ന് നല്ല രീതിയിൽ അപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റ എൽഎക്സി അവരുടെ Q4 ഏണിങ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ലൊരു ഗ്രോത്താണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഏകദേശം 8.3% ഗ്രോത്താണ് അവർ ഈ കഴിഞ്ഞ വർഷം കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ തുടർന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക്, അതായത് IT സെക്ടറിലെ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് പോസിറ്റീവിൽ നിന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയാൻ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള പ്രധാന കാരണം അവരുടെ നല്ലൊരു നല്ലൊരു റിപ്പോർട്ട് കൊടുത്തത് തന്നെയായിരുന്നു. പിന്നെ ശ്രദ്ധിക്കാനുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ഷെയറിന് 16.5 രൂപ ഇന്ന് അവർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് കൈവച്ചിട്ടുള്ളവരുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും ഈ ഡിവിഡൻഡുകൾ കളക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോസിസിൻ്റെ Q4 ഏർണിങ്സ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1.4% ഡൗൺ ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ തുടർന്ന് ആ സ്റ്റോക്ക് വീണ്ടും ഡൗൺ ആയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ഡൗൺ ആ ഒരു കൊറോണൻ്റെ ഇമ്പാക്റ്റൊക്കെ അവരുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തു എന്നാണ് അവർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുത്ത അപ്ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ TCS ആംവേ ആയിട്ടൊരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഗ്ലോബൽ ടെക്നോളജിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ JK സിമൻസിനെ സംബന്ധിച്ചിടത്തോളം JK സിമൻസും അതേപോലെ തന്നെ അമരാജ ബാറ്ററി KEC ഇവരൊക്കെ അവരുടെ പാർഷ്യലായിട്ടുള്ള ഓപ്പറേഷൻസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസിനെ നോക്കുവാണെങ്കിൽ അവർ ഏകദേശം 35,000 കോടിയുടെ എമൗണ്ട് റേസ് ചെയ്യാനായിട്ടുള്ള ഒരു പദ്ധതി നോക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ഒരു അപ്രൂവൽ കൊടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തതായിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടൊരു ന്യൂസാണ് എയർലൈൻ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം. അതായത് അടുത്തൊരു അപ്ഡേറ്റ് ഉണ്ടാകുന്നത് വരെ, അടുത്തൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ടിക്കറ്റ്സ് ഒന്നും സെയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ അതേ തുടർന്ന് ഏവിയേഷൻ മിനിസ്റ്ററും ഇപ്പോൾ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം. അതായത് കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിന് ഒരു കോൺഫിഡൻസ് കിട്ടുന്നത് വരെ, അതായത് കൊറോണയെ കൺട്രോൾ ചെയ്യാമെന്നൊരു കോൺഫിഡൻസ് കിട്ടുന്നത് വരെ ഈ ഒരു ടിക്കറ്റുകളൊന്നും സെയിൽ ചെയ്യേണ്ട, അതായത് ഈ ഒരു റെസ്ട്രിക്ഷൻ എയർലൈനിലെ ഒരു റെസ്ട്രിക്ഷൻ തുടരും എന്നുള്ള രീതിയിൽ അദ്ദേഹം ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എയർലൈൻ സ്റ്റോക്കുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ഒരു ന്യൂസുകളൊക്കെ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നല്ല രീതിയിൽ അത് വീണ്ടും ഡൗൺ ആവും. കാരണം അവർക്കും ഇപ്പം ബിസിനസ് ഒന്നും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് കയ്യിലിരിക്കുന്ന എമൗണ്ട് വെച്ചിട്ടാണ് ഇപ്പോൾ അവരുടെ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഏണിങ്സ് എല്ലാം നല്ല രീതിയിൽ അടി വാങ്ങും ഈ വരുന്ന ക്വാർട്ടറുകളിലെല്ലാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് സ്റ്റോക്ക് ചീപ്പാണെന്ന് കരുതി ഒരു ചാടിക്കയറുള്ളൊരു എൻട്രി ഈ ഒരു സമയത്ത് കൊടുക്കാതിരിക്കുക. ഒന്ന് കുറച്ച് കോഷ്യസ് ആയിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് മാറി നിൽക്കുന്നതായിരിക്കും ഈ ഒരു മേഖലയിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഈ ഒരു സമയത്ത്. പിന്നെ കഴിഞ്ഞ ദിവസം ടാറ്റ മോട്ടോഴ്സിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഗ്ലോബൽ ലെവലിൽ നോക്കുവാണെങ്കിൽ അവരുടെ ഒരു Q4 സെയിൽസ് വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 35% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ലാൻഡ് റോവർ. അപ്പം മൊത്തത്തിൽ ഒരു നല്ലൊരു സെയിൽസിൻ്റെ ഇടിവാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്ക് നോക്കുവാണെങ്കിൽ വീണ്ടും ഡൗണിലാണ് ഇന്ന് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ ഉള്ള പൊതുവെയുള്ള മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കുവാണെങ്കിൽ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് നമുക്ക് പറയാനായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ US നോക്കുവാണെങ്കിൽ ജോബ്ലെസ് ക്ലെയിംസ്, അതായത് അതിപ്പം ഈ ഒരു കഴിഞ്ഞ 4 ആഴ്ച കൊണ്ട് ഏകദേശം 22 മില്യൺ ആൾക്കാരാണ് ജോബ്ലെസ് ക്ലെയിംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേ തുടർന്ന് നോക്കുവാണെങ്കിൽ ട്രംപ് പുതിയൊരു അനൗൺസ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് അതായത് താൽക്കാലികമായിട്ട് ഇമിഗ്രേഷൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്യും. അതായത് US ആൾക്കാരുടെ US സിറ്റിസൺസിൻ്റെ ജോബ് സെക്യൂരിറ്റിയാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പററി ആയിട്ട് ഇമിഗ്രേഷൻസ് ഒക്കെ സസ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിലുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ന്യൂസ് നോക്കുവാണെങ്കിൽ US എക്സ്പേർട്സൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രംപ് പറഞ്ഞതായിരുന്നു, അതായത് ബിസിനസ്സൊക്കെ റീഓപ്പണിങ് ചെയ്യും, ലോക്ക്ഡൗണിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് ബിസിനസ്സൊക്കെ റീഓപ്പൺ ചെയ്യാൻ പോകും എന്നുള്ളൊരു ന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം. പക്ഷേ അതിൽ എക്സ്പേർട്സൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു റീഓപ്പണിങ് പെട്ടെന്നുള്ളൊരു റീഓപ്പണിങ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകൂ എന്നുള്ള രീതിയിലുള്ള ഒരു വാർണിംഗ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് നിങ്ങളൊരു കോഷ്യസ് ആയിട്ടുള്ള എൻട്രി എടുക്കുന്നതായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു നല്ല സ്റ്റോക്കുകളിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആ ഒരു രീതിയിൽ പോകുന്നത് തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് നല്ലത്. നല്ല മൂല്യമുള്ള സ്റ്റോക്കുകളെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക. കുറച്ച് കോഷ്യസ് ആയിരിക്കുക മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും. കാരണം നമുക്ക് ഇപ്പോഴും നല്ലൊരു റിക്കവറി എന്ന് പറയാനായിട്ടില്ല അത് മാർക്കറ്റിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് കോഷ്യസ് ആയിട്ടിരിക്കുക. നമുക്ക് ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ്സാവത്തില്ല. മാർക്കറ്റിൽ എപ്പോഴും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓപ്പർച്യൂണിറ്റി മിസ്സായിപ്പോയി, എനിക്ക് ആ ഒരു നിഫ്റ്റിയിൽ ആ ഒരു ലെവലിൽ എൻട്രി കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വിഷമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മിസ്സായിപ്പോയി എന്നുള്ള ഒരു നിരാശയോ ആരും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കുറച്ചൊരു കോഷ്യസ് ആയിട്ടുള്ള എൻട്രി ഈ ഒരു സമയത്ത് എടുക്കുന്നതാണ് നല്ലത്. ഈ ഒരു ഫ്ലക്ച്വേഷൻ, അതായത് നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ദിവസത്തിലൊരു 300 പോയിൻറ്റ്സ് 400 പോയിൻറ്റ്സ് ഡിഫറൻസ് വരിക എന്നുള്ളതൊക്കെ ഇപ്പോൾ ഒരു സാധാരണ വിഷയം മാറിയിരിക്കുകയാണ് നിഫ്റ്റിയിൽ. കാരണം നമ്മൾ ഒരു കഴിഞ്ഞ 3-4 മാസത്തിന് മുമ്പുള്ളൊരു ഡാറ്റയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഫ്ലക്ച്വേഷൻ വരിക, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോൾ നോക്കുവാണെങ്കിൽ 500 പോയിൻറ്റ്സിൻ്റെ വേരിയേഷൻ വരിക, അല്ലെങ്കിൽ ഒരു 1000 പോയിൻറ്റ്സ് ഡൗൺ ആവുക, അപ്പ് ആവുക, ഇതൊക്കെ ഒരു സാധാരണ വിഷയം പോലെയാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും ഏതൊരു രീതിയിലും പോവാം. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക.
പിന്നെ ഈ ഒരു വീഡിയോ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.